രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് രാധാറാണിയുടെ കഥകൾ കേൾക്കാൻ താല്പര്യത്തോടുകൂടി ചൊവ്വാഴ്ച എന്ന ദിവസം 12 മണിക്കായി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സെ, നിങ്ങൾക്ക് രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ രാധയുടെ പ്രണയം 64-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് രാധയുടെ പ്രണയം 1 തൊട്ട് കാണാം. പ്ലേലിസ്റ്റ് എടുത്താൽ രാധയുടെ പ്രണയമുണ്ട്. അസ്ട്രോളജി അറിയേണ്ടവർക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അസ്ട്രോളജി ഉണ്ട്. അസ്ട്രോളജിക്കകത്ത് നിങ്ങളുടെ നക്ഷത്രഫലം കൊടുത്തിട്ടുണ്ട്, മാസഫലം കൊടുത്തിട്ടുണ്ട്. നക്ഷത്രഫലം ഫുള്ള് വന്നു കഴിഞ്ഞു. അശ്വതി തൊട്ട് രേവതി വരെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും ഫലം അതിനകത്ത് വന്നു കഴിഞ്ഞു. ഓരോ മാസം ജനിച്ചിട്ടുള്ളവരുടെ ഫലം വന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾ വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 9645333999. തികച്ചും സൗജന്യമായിരിക്കും. പിന്നെ ഇത് കൂടാതെ ഇതിനകത്ത് അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ, അതിനകത്ത് ഗണപതി തത്വം എന്താണ്, ശിവലിംഗം എന്താണ്, അങ്ങനെ ഹിന്ദുക്കൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ 8 എണ്ണം വരെ ഇട്ടിട്ടുണ്ട്. പിന്നെ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കൊട്ടാരക്കരയൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് പഠിക്കാറുണ്ട്. അതിന് പറ്റാത്തവർ ഇതിനെ ആശ്രയിച്ചാൽ മതി. ദൂരെയുള്ളവർ ഇവിടെ വന്ന് സ്റ്റേയും ചെയ്യാറുണ്ട്. കാസർഗോഡ് നിന്നൊക്കെ പിള്ളേർ വന്ന് ഇവിടെ വന്ന് പഠിക്കാറുണ്ട്. ബട്ട് നിങ്ങൾക്കതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സാരമില്ല, യൂട്യൂബിനെ നിങ്ങൾ ആശ്രയിച്ചാൽ മതി. അപ്പം നമ്മൾ രാധയുടെ പ്രണയം 64-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 രാധേ
ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. അപ്പോൾ രാധയുടെ പ്രണയം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. 64ാമത്തെ എപ്പിസോഡാണ്. അതിനു മുമ്പ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷക, അതായത് ബീന എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബറുമാണ്, പ്രേക്ഷകയുമാണ്. അപ്പോൾ ബീന നമുക്ക് അവരുടെ കുടുംബം രാധാറാണിയുടെ കാര്യം പറഞ്ഞ് ആനന്ദിക്കുന്നത്, കുട്ടികൾ ഉൾപ്പെടെ, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ആനന്ദിക്കുന്നതിൻ്റെ ഒരിത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒരു കൊച്ചു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത്തരത്തിൽപ്പെട്ട എന്തും നിങ്ങളുടെ വീട്ടിൽ നടന്നാൽ നിങ്ങൾക്കത് അയച്ചു തരാൻ പറ്റും. അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാനിത് രാധയുടെ പ്രണയത്തിലൂടെ അവതരിപ്പിക്കുന്നതാണ്. അങ്ങനെ രാധാഭക്തി തഴച്ചു വളരട്ടെ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ രാധാഭക്തിയിലേക്ക് തിരിയുന്നത് കാണുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ നേരായ വഴിയിലൂടെയാണ് പോകുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ കോടി കോടി ജന്മങ്ങളുടെ പുണ്യം ചെയ്തവർ അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഒരിക്കലും രാധാറാണിയോട് ഭക്തി ഉണ്ടാകില്ല. ഞാൻ എങ്ങനെ രാധാഭക്തനായി, അത് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെ രാധാഭക്തനായി. അപ്പം ഞാൻ പോലും എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് രാധാഭക്തനായത്. അപ്പം നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കേൾക്കാം. ആ വീഡിയോ ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് രാധയുടെ പ്രണയം തുടങ്ങാം. എങ്ങനെയാണ് കുഞ്ഞുങ്ങളും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ രാധയുടെ പ്രണയം ആസ്വദിക്കുന്നതെന്ന് നിങ്ങൾ കാണുക. അതിനുശേഷം നമുക്ക് തുടങ്ങാം. राधे राधे ओ राधे 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 ओ राधे राधे बरसाना वाली राधा की जय बरसाना वाली राधा की जय. അപ്പോൾ കണ്ടല്ലോ, എല്ലാവരും കൂടെ ചേർന്ന് ഇത് ആഘോഷിക്കുന്നത് കണ്ടല്ലോ. ശരിക്കും രാധേ രാധേ എന്ന കൃഷ്ണൻ തുള്ളിച്ചാടിക്കൊണ്ട് ജപിക്കുന്ന മഹാമന്ത്രം എല്ലാ വീടുകളിലും ഒരു തരംഗമായി മാറുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളും അത് ചെയ്യുക. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം 64ാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ 63ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, പിന്നെ എന്താണ്, കൃഷ്ണന് കുബ്ജ അല്ലെങ്കിൽ ത്രിവക്രയുമായി ബന്ധമുണ്ടാവുകയും അതിനകത്തൊരു കുട്ടി ജനിക്കുകയും ചെയ്തു. ഉപശ്ലോകൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി വളർന്നു കഴിഞ്ഞതിന് ശേഷം നാരദ മഹർഷി അവന് സന്യാസം കൊടുത്ത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രാധയുടെ പ്രണയം റിലീസായി കഴിയുമ്പോൾ ഞങ്ങൾ ഏറ്റവും അടുത്ത ഞങ്ങളുടെ 3 കൂട്ടുകാരുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഈ രാധയുടെ പ്രണയത്തെക്കുറിച്ച് ഓരോ വട്ടവും അവർ ചർച്ച ചെയ്യാറുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട് IREയിലുള്ള ശ്രീകുമാർ, പിന്നെ കൊല്ലത്തെ നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ലാലു അല്ലെങ്കിൽ എന്നറിയപ്പെടുന്ന അനിൽ, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഈ രാധയുടെ പ്രണയം റിലീസാകുന്ന ദിവസം ഇതിനെക്കുറിച്ചൊരു ചർച്ച നടത്താറുണ്ട്. അപ്പോൾ ആ ചർച്ചയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, കൃഷ്ണനും കുബ്ജയും തമ്മിലുള്ള ബന്ധം അതൊരു ശാരീരിക ബന്ധമാണോ, അതിനും അപ്പുറത്തേക്ക് മാറിയുള്ള ഒരു വലിയ ബന്ധമാണ്. കുബ്ജയിലെ കാമത്തെ ഇല്ലാതാക്കുകയാണ് കൃഷ്ണൻ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കത്തതേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചോദ്യമുണ്ട്. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കുഞ്ഞിനെ ജനിപ്പിച്ചുകൊണ്ടാണോ കാമം ഇല്ലാതാക്കുന്നത്? കാമം ഇല്ലാതാക്കാൻ ഭഗവാൻ വിചാരിച്ചാൽ എന്തിനാണ് ഒരു ശരീരബന്ധം? ഭഗവാൻ ജസ്റ്റ് കൈകൾ കൊണ്ട് അതെ നിന്നിലെ ഈ ദോഷങ്ങൾ മാറട്ടെ എന്നൊന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് മാറത്തില്ലേ? ഞങ്ങൾക്കിടയിൽ നടന്നൊരു ചർച്ച നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ മാറത്തില്ലേ? അപ്പോൾ അവർ പറഞ്ഞു ഏതെങ്കിലും ഒരു ജന്മത്ത്, അപ്പോൾ എൻ്റെ മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ജന്മത്ത് അദ്ദേഹം ഈ സ്ത്രീ ഭഗവാനെ ആഗ്രഹിച്ചിരുന്നിരിക്കും, ഭഗവാനുമായി ഒരു ശാരീരിക ബന്ധം ആഗ്രഹിച്ചിരുന്നിരിക്കും. അത് സാധിച്ചു കൊടുക്കേണ്ടത് ഭഗവാന്റെ കടമയാണ്. നമ്മളെ എങ്ങനെയാണോ ആരാധിക്കുന്നത് ആ രീതിയിൽ നമ്മൾ കാണണം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് മറുപടി പറഞ്ഞു, അതുകൊള്ളാം, ഭഗവാൻ ഭാര്യയൊക്കെ ആയിട്ട് കഴിയുകയല്ലേ, ആ സമയത്തൊരു ഭക്തൻ്റെ വേണ്ടാത്ത ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ദേവിമാർക്കും ഇത് ചെയ്തുകൂടെ? ഒരു ഭക്തൻ പോയിട്ട് എനിക്ക് ദേവിയെ ഭാര്യയായി കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ പിന്നെ ഈ രാധാറാണിയും ലക്ഷ്മി ദേവിയും പാർവതി ദേവിയും ഒക്കെ അവരുടെ ഭാര്യമാരായിട്ട് പോയാൽ അപ്പോൾ ഈ ഭഗവാന്മാരിത് സമ്മതിക്കുമോ? എൻ്റെ കൂട്ടുകാരൻ ചോദിച്ച ചോദ്യമാണ്. ഇത് പുരുഷന് മാത്രമല്ലല്ലോ ബാധകം. ഭഗവാനെ അവരിങ്ങനെ ആരാധിച്ചത് കൊണ്ട് ഭഗവാൻ അത് നിവർത്തി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരാൾ പാർവതി ദേവിയെ എനിക്ക് കിട്ടണമെന്നും പറഞ്ഞ് ഇങ്ങനെ ആരാധിക്കുകയാണ്, ലക്ഷ്മി ദേവിയെ എനിക്ക് കിട്ടണമെന്നും പറഞ്ഞ് ആരാധിക്കുകയാണ്, രാധാദേവിയെ എനിക്ക് കിട്ടണമെന്നും പറഞ്ഞ് ആരാധിക്കുകയാണ് അല്ലേ? അപ്പോൾ രാധാദേവിയെ എനിക്ക് കിട്ടണമെന്നും പറഞ്ഞ് ആരാധിക്കുന്ന, അല്ലെങ്കിൽ പാർവതി ദേവി എനിക്ക് കിട്ടണമെന്നും പറഞ്ഞ് ആരാധിച്ചാൽ സമ്മതിക്കുമോ? സമ്മതിക്കുമോ? ആരെങ്കിലും സമ്മതിക്കുമോ? അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ തമ്മിലുള്ള വാക്ക്. എന്നിട്ട് ഇവർ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കഥ അവതരിപ്പിച്ചു കഴിഞ്ഞു, ഞാൻ ബുക്കുകളിൽ കൊടുത്തിരിക്കുന്ന കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് അവസാനം ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തുക. അപ്പം മറ്റേയാൾ പറഞ്ഞു, ഭഗവാന് ലിംഗഭേദമൊന്നുമില്ല. അപ്പോൾ ചോദിച്ചു, അങ്ങനെ ഭേദമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭഗവാന്റെ സ്ത്രീ വിഷയത്തിൽ അവരുടെ ഭാര്യമാർ കോപിക്കുന്നത്? എന്തിനാണ് രാധാദേവി ശപിക്കുന്നത്? അപ്പോൾ കാമം മാറ്റാനാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാതെ ഭക്തി കൊണ്ട് ഭ്രാന്തെടുത്തിട്ട് നമുക്കൊരാളോട് സ്നേഹം തോന്നിയാൽ അയാളുടെ എല്ലാ കാര്യത്തെയും ന്യായീകരിക്കും. അതുപോലെ ഭക്തി കൊണ്ട് നിങ്ങൾ ന്യായീകരിക്കുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രീരാമനെക്കുറിച്ച് എന്ത് പറയും? അദ്ദേഹം ഒന്നിനും കൊള്ളാത്ത ആളാണെന്ന് പറയണമല്ലോ എന്ന് പറയും. കാരണം ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനല്ലേ? ശ്രീരാമനെ ഇതേ കണക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ആരാധിച്ചൊക്കെ വന്നിട്ട് ആ ശ്രീരാമൻ അവരെ തേടിപ്പോയോ? ഇങ്ങനെ ഒരു ചർച്ച നമുക്കിടയിൽ നടന്നു. അപ്പോൾ ഭഗവാൻ ഒരു സ്ത്രീയുടെ കാമം ശമിപ്പിക്കണമെങ്കിൽ നിന്നിലെ എല്ലാ കാമങ്ങളും ഇല്ലാതാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ കുഞ്ഞിനെ ജനിപ്പിച്ചുകൊണ്ടാണോ കാമം ഇല്ലാതാകുന്നത്? ഇതൊക്കെ ഇവിടെ നടന്ന ചർച്ചകളാണ്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ കഴിഞ്ഞ ജന്മത്തൊരു സ്ത്രീ ആഗ്രഹിച്ചതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നമ്മളൊരാൾ എന്നെ കഴിഞ്ഞ ജന്മത്തൊരു പെണ്ണ് ആഗ്രഹിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് ഭാര്യയുമായിട്ടിരിക്കുന്ന ഒരാൾ അവളുടെ ആഗ്രഹമാണെന്നും പറഞ്ഞ് സാധിച്ചു കൊടുക്കുന്നത് ശരിയാണോ? അല്ലെങ്കിൽ പിന്നെ ഭഗവാൻ കല്യാണം കഴിക്കരുതായിരുന്നു, യാതൊരു പെണ്ണുമായിട്ട് അടുപ്പം പാടില്ല. ഭഗവാൻ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഓരോ സ്ത്രീകൾ ഭഗവാനെ അങ്ങനെ വേണമെന്നും പറഞ്ഞ് ആഗ്രഹിക്കുമ്പോൾ പോകുന്നു എന്ന് പറയാം. ഇത് സെയിം കുടുംബജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്താൽ എങ്ങനെയിരിക്കും? ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു സ്ത്രീ ഭയങ്കര കൃഷ്ണഭക്തയാണ്, അപ്പോൾ നീ കൃഷ്ണൻ്റെ ഭക്തയല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ ഓഫീസിലെ പെണ്ണ് ആഗ്രഹിച്ചാൽ അങ്ങോട്ട് പോകാമല്ലോ, നിനക്കതിനെങ്ങനെ എതിര് പറയാൻ പറ്റും? അത് ഭഗവാൻ നമുക്ക് മാതൃകയാകണ്ടേ? ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ് അവിടെ കാട് പിടിച്ചത്. അവിടെ അവസാനം ഉരുത്തിരിഞ്ഞു വന്നത് അതാണ്. ഭഗവാനെ മുജ്ജന്മ ബന്ധങ്ങളിൽ ഓരോ സ്ത്രീകൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഭഗവാൻ സ്ത്രീകളുമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആളാകരുത്. ഭഗവാൻ ഗോലോകത്ത് രാധാറാണി, വൈകുണ്ഠത്ത് മഹാലക്ഷ്മി ഒക്കെ ആയിട്ട് കഴിയുകയാണ്. അങ്ങനെ ഒരു ഭാര്യയായിട്ടിരിക്കുമ്പോൾ ഇത് ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു ഭാര്യയും വേണ്ട, ഭഗവാൻ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അപ്പോൾ ആഗ്രഹം സാധിക്കാം. ഈ ചർച്ച എൻ്റെ അടുത്ത് നടന്നത് വളരെ പ്രസക്തമായതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് വിട്ടുവന്നിരിക്കുന്നു. ഞാനിതിനകത്ത് അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല, ഞാനിതെല്ലാം നിങ്ങൾക്ക് വിട്ടു വന്നിരിക്കുകയാണ്. എനിക്കിതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല, ഞാൻ രാധാഭക്തനാണ്. എൻ്റെ രാധാറാണി അമ്മ ഇത്തരം കാര്യങ്ങൾക്കൊന്നും പോകത്തതും ഇല്ല. അതുകൊണ്ട് എനിക്കിതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യം ഇല്ല. ഇത് നിങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം ഇല്ലേ? തോരാത്ത മഴ പെയ്യുകയാണ്. കൃഷ്ണനും കുബ്ജയുമായിട്ടുള്ള അടുപ്പം, ത്രിവക്രയുമായിട്ടുള്ള അടുപ്പം രാധാറാണിയിൽ അസാധാരണമായ സങ്കടമുണ്ടാക്കി. സങ്കടം സഹിക്കാൻ വയ്യാതെ രാധാറാണി കരയാൻ തുടങ്ങി. കണ്ണുനീരുകൾ മഴത്തുള്ളികളായി വീണു. കൃഷ്ണൻ അവിടെ ഇരുന്നു കൊണ്ട് സ്മരിക്കാൻ തുടങ്ങി ഒരാളെ. ആര്? നാരദ മഹർഷി. നിമിഷങ്ങൾക്കകം അവിടെ കേട്ടു, നാരായണ നാരായണ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നാരദരെ, എനിക്കിപ്പോൾ നാരദന്റെ സഹായം വേണം. അപ്പോൾ നാരദർ അങ്ങോട്ട് പറഞ്ഞു, ഭഗവാൻ എൻ്റെ സഹായമോ? അതേ നാരദരെ, രാധയെ നീ സമാധാനിപ്പിക്കണം.
അപ്പം നാരദർ പറഞ്ഞു, വേണ്ടാത്ത ശാപം വാങ്ങിക്കാൻ ഞാനില്ല, എനിക്ക് വയ്യ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നാരദരെ കൈവിടരുത്, അവൾ കോപിഷ്ഠയായിട്ടിരിക്കുമ്പോൾ എനിക്ക് പറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ അവളെ സമാധാനിപ്പിക്കാൻ പറ്റൂ. നിർത്താതെ പെയ്യുന്ന മഴയാണ്, നിർത്താതെ പെയ്യുന്ന ഈ മഴയിൽ വൃന്ദാവനം മുങ്ങിപ്പോകും, മധുര മുങ്ങിപ്പോകും. ആദിപരാശക്തിയുടെ കണ്ണീരിനെ തടുത്തു നിർത്താൻ നമുക്ക് ആർക്കും സാധ്യമല്ല. നാരദരെ, ഭക്തിപൂർവം അവളുടെ കാൽക്കൽ വീണ് അപേക്ഷിക്കുക, അങ്ങനെ അപേക്ഷിച്ചാൽ മാത്രമേ ഈ സങ്കടം തീരൂ. അപ്പം നാരദ മഹർഷി പറഞ്ഞു, ഞാൻ പോകാം, കാരണം ആദിപരാശക്തിയായ രാധാറാണിയെ കാണാൻ കിട്ടുന്ന ഒരവസരമല്ലേ, അത് ഉപയോഗിക്കുകയും ചെയ്യാം, പിന്നെ ആ പാദപത്മങ്ങൾ എനിക്ക് കാണുകയും ചെയ്യാം. നാരായണ നാരായണ നാരായണ. നാരദ മഹർഷി പോവുകയാണ്, ഗോലോകത്തേക്ക് പോവുകയാണ്. ആ നാരദ മഹർഷി ഗോലോകത്ത് ചെന്ന് രാധാറാണിയുടെ തൃപ്പാദങ്ങളിൽ വീണു. തൃപ്പാദങ്ങളിൽ വീണിട്ട് പറഞ്ഞു, ഭൂമിയിലെ മനുഷ്യർ ഒന്നടങ്കം നശിച്ചു പോകും, കണ്ണുനീർ നിർത്തണം, കണ്ണുനീർ നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ മഴ പെയ്യുന്നതിന് ശമനമുണ്ടായി, അത് ശാന്തമാകാൻ തുടങ്ങി. അടുത്ത ദിവസം പ്രഭാതമായി, കൃഷ്ണന് പോകാൻ സമയമായി. കൃഷ്ണനും ബലരാമനും കൂടി ദേവകി മാതാവിൻ്റെ അടുക്കൽ ചെന്നു. ദേവകി മാതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, മാതാവേ, ഞങ്ങൾക്ക് പോകാൻ സമയമായി. ദേവകി അവരെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, മകനെ, നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് കണ്ണിറയെ കാണാനുള്ള ഭാഗ്യം എനിക്കില്ലേ? അപ്പോൾ പറഞ്ഞു, അമ്മേ, എല്ലാ ധർമ്മം സ്ഥാപിച്ചതിന് ശേഷം ഞങ്ങൾ വരും, അമ്മയ്ക്ക് ഞങ്ങളെ കണ്ണിറയെ കാണാനുള്ള ഭാഗ്യമുണ്ടാകും. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ? കൃഷ്ണൻ പറഞ്ഞു, അമ്മേ, ഞങ്ങൾ ധർമ്മം സ്ഥാപിക്കാനാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരാപത്തും സംഭവിക്കില്ല, ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കരവീരപുരത്തെ ശ്രീ ഗാലവൻ്റെ അടുക്കലേക്കാണ് അമ്മയെ പോകുന്നത്. അയാളും ഒരു യാദവനാണല്ലോ. അതിൻ്റെ അടുത്ത് തന്നെ ആരുണ്ട്? സാക്ഷാൽ പരശുരാമനുമുണ്ട്. അദ്ദേഹത്തെയും ചെന്ന് കാണും. ഞങ്ങൾ അതുകൊണ്ട് സുരക്ഷിതരാണമ്മേ. അപ്പോൾ പറഞ്ഞു, മോനെ എന്ന് പറഞ്ഞ് കൃഷ്ണൻ്റെ കൈകളെടുത്ത് തൻ്റെ ശിരസിലേക്ക് ആര് വെച്ചു? ദേവകി വെച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അമ്മേ, ഞങ്ങളെ അനുഗ്രഹിക്കൂ അമ്മേ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. നിങ്ങളുടെ കൂടെ വേറെ ആരും വരുന്നില്ലേ മോനെ? ഇല്ലമ്മേ, ഞങ്ങളുടെ കൂടെ ഉദ്ധവൻ വരുന്നുണ്ട്. കുണ്ഠിനപുരി വരെ മാത്രമാണ് ഉദ്ധവൻ വരുന്നത്. അതിനുശേഷം ഉദ്ധവൻ ഞങ്ങൾ വരുന്ന വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി നേരെ കരവീരപുരത്തേക്ക് പോവുകയാണ്. അതുകൂടാതെ ഉദ്ധവനെ ചില കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ മക്കളെ, നിങ്ങൾ പോയിട്ട് വരൂ. അപ്പോൾ ദേവകിയുടെ കണ്ണുകൾ നിറഞ്ഞു. കൃഷ്ണൻ കണ്ണുനീർ തുടച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ ദൈവമാണെന്നല്ലേ അമ്മ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു ദേവിക്ക് മാത്രമല്ലേ എന്നെ പ്രസവിക്കാൻ കഴിയൂ? ദൈവത്തെ, അമ്മയും ഒരു ദേവിയാണ്. ഒരു ദേവിയുടെ മകന് ദൈവത്തിന് ആപത്ത് സംഭവിക്കില്ല അമ്മേ, എന്നെ കണ്ണ് നിറയാതെ പോകാനായിട്ട് അനുഗ്രഹിച്ചാലും. അപ്പോൾ ദേവകി സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, പോയിട്ട് വരൂ. കൃഷ്ണനും ബലരാമനും കൂടെ ഇറങ്ങിയപ്പോൾ അതാ നിൽക്കുന്നു കുബ്ജ, ത്രിവക്ര വന്ന് കൃഷ്ണന്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, പ്രഭോ, അടിയനെ മറക്കരുതേ. കൃഷ്ണൻ പറഞ്ഞു, നിന്നെ ഞാൻ മറക്കാനോ? കുബ്ജേ, ഈ പ്രപഞ്ചം നിലനിൽക്കുവോളം കാലം നിന്നെ ഞാൻ മറക്കില്ല ഒരിക്കലും. കാരണം നീ എപ്പോഴും എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ നിന്നെ ഞാൻ എങ്ങനെയാണ് കുബ്ജയെ മറക്കുന്നത്? കുബ്ജ കൈകൾ കൂപ്പി തൊഴുതു, അത് മതി പ്രഭോ, അടിയൻ അത് മതി, അടിയന്റെ ജന്മം സഫലമായി. കൃഷ്ണനും ബലരാമനും അവിടെ നിന്ന് പടികളിറങ്ങി, ഉദ്ധവനും കൂടെ ഇറങ്ങി. അവര് നട
നടന്നകലുന്നത് നോക്കിക്കൊണ്ട് മധുരയിലെ ജനങ്ങൾ ഒന്നടങ്കം സങ്കടത്തോടുകൂടി നിർനിമേഷരായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കൃഷ്ണനും ബലരാമനും ഉദ്ധവനും നടന്നു നീങ്ങി. ഈ സമയത്ത് നിങ്ങളെ ഞാൻ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്, സാക്ഷാൽ മഗധയിലേക്ക്, അതായത് സാക്ഷാൽ രുക്മിണിയുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. രുക്മിണി ദേവി ആകെ അസ്വസ്ഥയാണ്, രുക്മിണി ദേവി കോപാകുലയാണ്. എന്ത്? കൃഷ്ണനെ വധിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു ജരാസന്ധൻ. ജരാസന്ധൻ പറഞ്ഞിരിക്കുന്നു, എന്തു വന്നാലും ഞാൻ കൃഷ്ണനെ വധിച്ചിരിക്കും. അതിലല്ല രുക്മിണിക്ക് ദേഷ്യം. അങ്ങനെ കൃഷ്ണനെ വധിക്കാനുള്ള സംഘത്തിൽ തൻ്റെ സഹോദരൻ രുക്മി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് രുക്മിണിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. രുക്മിണിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. രുക്മിണി നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നു. തൻ്റെ പിതാവായ ഭീഷ്മകന്റെ അടുക്കലേക്ക് ചെന്നു. അവിടെ രുക്മിയും ഇരിപ്പുണ്ട്. അപ്പോൾ രുക്മിണി പറഞ്ഞു, ഇത് ശരിയല്ല പിതാവേ, ഇത് ശരിയല്ല. രുക്മിയെ, എൻ്റെ സഹോദരനെ മഗധയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് കൃഷ്ണനെതിരെ പോരാടാൻ. അങ്ങനെ ചെയ്യരുത്, കൃഷ്ണനെതിരെ പോരാടാനായിട്ട് പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രുക്മി പുച്ഛത്തോടെ ചിറികോട്ടിക്കൊണ്ട് പറഞ്ഞു, നിനക്കെന്തറിയാം, ഇതൊക്കെ ആണുങ്ങൾ നോക്കുന്ന കാര്യമാണ്, നീ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭീഷ്മകന്റെ അടുത്ത് പറഞ്ഞു, പിതാവേ, മധുര നമുക്ക് ഉപദ്രവം ചെയ്തിട്ടില്ല. കൃഷ്ണൻ നമുക്ക് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? കൃഷ്ണൻ നമുക്കൊരു ഉപദ്രവവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ജരാസന്ധന്റെ കൂടെ അവിടെ പോകാൻ കൂട്ടു നിൽക്കരുതേ പിതാവേ എന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മകൻ പറഞ്ഞു, മകളെ, നിനക്ക് രാജ്യതന്ത്രജ്ഞത അറിഞ്ഞുകൂടാ. നിന്റെ മുത്തച്ഛനുണ്ടല്ലോ കൈശികൻ, അദ്ദേഹം ജരാസന്ധനെ എതിർത്തപ്പോൾ എന്താ സംഭവിച്ചത്? വിദർഭ ആക്രമിച്ച് കീഴടക്കി നശിപ്പിച്ചു കളഞ്ഞു അല്ലേ? പിന്നെ ഞങ്ങള് ജരാസന്ധനുമായി സന്ധി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതിങ്ങനെ നിലനിൽക്കുന്നത്. മകളെ, നീ ഒരു കാര്യം ആലോചിക്കുക, നിന്റെ രുക്മി ഭാവിയിൽ ചക്രവർത്തിയാകും, നീ ഒരു ചക്രവർത്തിയുടെ സഹോദരിയാകും എന്ന് മാത്രവുമല്ല, മറ്റൊരു ചക്രവർത്തിക്ക് നിന്നെ വിവാഹം ചെയ്തു കൊടുക്കും. മകളെ, നമ്മളിപ്പോൾ ജരാസന്ധനെ എതിർത്തു പോയാൽ ജരാസന്ധൻ നമ്മുടെ വിദർഭ എന്ന രാജ്യം ചുട്ടു ചാമ്പലാക്കി കളയും. അപ്പൊ രുക്മിണി പറഞ്ഞു, ഭീരുക്കളാണ് നിങ്ങൾ ഭീരുക്കളാണ്. നിങ്ങൾ ആ കൃഷ്ണനെ കണ്ടുപിടിക്കൂ, ചേട്ടൻ ഇടയ ബാലൻ എന്ന് പറഞ്ഞ കൃഷ്ണനെ കണ്ടുപിടിക്കൂ. അവർ രണ്ട് പേര് വന്ന് മധുരയില് അതേ ജരാസന്ധന്റെ മരുമകനായിട്ടുള്ള കംസനെ എത്ര നിഷ്പ്രയാസമാണ് വധിച്ചതെന്നറിയാമോ? എത്ര നിഷ്പ്രയാസം! ആ ധീരത വേണം. ധീരന്മാരെയാണ് എനിക്കിഷ്ടം. എൻ്റെ അച്ഛനും എൻ്റെ സഹോദരനും ഭീരുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ രുക്മിണി ഇറങ്ങിപ്പോയി. രുക്മിണി ആകെ അസ്വസ്ഥയായി. കൃഷ്ണനെ കൊല്ലാൻ പോകുന്നു, ജരാസന്ധനും കൂട്ടരും കൊല്ലാൻ പോകുന്നു. ഇവരെല്ലാവരും കൂടെ ചേർന്ന് മധുരയെ ആക്രമിച്ചാൽ കൃഷ്ണൻ എങ്ങനെ നേരിടാൻ പറ്റും? ആകപ്പാടെ രുക്മിണി അസ്വസ്ഥയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് ഒരു ആയ അങ്ങോട്ടേക്ക് വന്നു. അങ്ങോട്ടേക്ക് വന്നിട്ട് രുക്മിണി ദേവിയുടെ അടുത്ത് പറഞ്ഞു, നോക്കൂ, പുരോഹിതൻ ഒരു സന്ദേശം തന്നയച്ചിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, എന്താണ്? അപ്പോൾ പറഞ്ഞു, മധുരയിൽ നിന്നും ത്രിവക്ര കൊടുത്തയച്ച സന്ദേശമാണത്രേ. അപ്പോൾ രുക്മിണി പറഞ്ഞു, എന്ത്? ത്രിവക്ര കൊടുത്തയച്ച സന്ദേശമോ? അയ്യോ, ത്രിവക്ര കൊടുത്തയച്ച സന്ദേശമാകണമെങ്കിൽ അതെന്തെങ്കിലും അത്രയ്ക്ക് ഗൗരവതരമായിരിക്കുമല്ലോ. അയ്യോ, കൃഷ്ണൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ? അപ്പോൾ പറഞ്ഞു, വേഗം തരൂ സന്ദേശം. അപ്പോൾ പറഞ്ഞു, ആ സന്ദേശം കൊണ്ടുവന്നിരിക്കുന്ന ആള് അത് മറ്റാർക്കും കൊടുക്കാൻ തയ്യാറില്ല. അയാള് രുക്മിണി ദേവിക്ക് നേരിട്ട് തരണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആ വന്ന ആളിന് ദേവിയെ അറിയാമത്രേ. അയാളുടെ പേര് ഉദ്ധവൻ എന്നാണ്. ഉദ്ധവൻ എന്ന പേര് കേട്ടതും രുക്മിണി ദേവിയുടെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. ഉദ്ധവൻ, കൃഷ്ണന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ഉദ്ധവൻ തന്നെ നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും അത്രയ്ക്ക് ഗൗരവമുള്ളതാണ്. രുക്മിണി പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ആ ഉദ്ധവനെ എൻ്റെ മുത്തച്ഛനായ കൗശികന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ, അവിടെയാണ് സുരക്ഷിതത്വം, ഞാനും അവിടെ എത്താമെന്ന് പറഞ്ഞു രുക്മിണി. അപ്പോൾ തന്നെ കൗശികന്റെ കൊട്ടാരത്തിലേക്ക് പോയി. രുക്മിണി അവിടെ ചെന്നിട്ട് ഉദ്ധവൻ വരുന്നു എന്ന് പറഞ്ഞില്ല. ഉഗ്രസേന മഹാരാജാവ് ഒരു ദൂതനെ വിട്ടിരിക്കുന്നു നമ്മളെ കാണാനെന്ന് പറഞ്ഞു. അപ്പം മധുരയിലെ ദേവകിയോടുള്ള രുക്മിണിയുടെ സ്നേഹവും ഒക്കെ കൗശികൻ അറിയാം. രുക്മിണിക്ക് ചെറുതിലെ അമ്മ മരിച്ചുപോയതാണ്. അതിനുശേഷം രുക്മിണിക്ക് വേണ്ടുന്ന എല്ലാ വാത്സല്യങ്ങളും കൊടുത്തത് ഈ മുത്തച്ഛനായ ആരാണ്? കൗശികനാണ്. ആ സമയത്ത് ഉദ്ധവനെ കൂട്ടിക്കൊണ്ടുവന്നു. ഉദ്ധവൻ താണു വീണു വണങ്ങിയതിന് ശേഷം പറഞ്ഞു, കുമാരി, ഇതാ ദേവകി ഒരു സന്ദേശം തന്നയച്ചിരിക്കുന്നു കുമാരിക്ക്. ദേവകിയോ? അതെ, ദേവകിയാണ് സന്ദേശം തന്നിരിക്കുന്നത്. അപ്പോൾ കൗശികൻ രുക്മിണിയെ ഒന്ന് നോക്കി. രുക്മിണി അത് നോത്തു, രുക്മിണി അത് വായിച്ചു. അപ്പോൾ രുക്മിണിയുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നിമറഞ്ഞു. അതിനകത്ത് ദേവകി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ മകൻ കൃഷ്ണനും ബലരാമനും വിദർഭ വഴി കടന്നു പോകുന്നുണ്ട്. അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കണം. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, നോക്കൂ, മധുരയിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി കൃഷ്ണനും ബലരാമനും ഭാർഗവരാമൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. അവർക്ക് വിദർഭ വഴിയാണെങ്കിൽ എളുപ്പത്തിൽ പോകാം. അപ്പോൾ വിദർഭ വഴി സുരക്ഷിതമായും അതീവ രഹസ്യമായും കടന്നു പോകാനുള്ള ഏർപ്പാടുകൾ രുക്മിണീ ദേവി ചെയ്യണം. രുക്മിണീ ദേവി വല്ലാതെ നിസ്സഹായയായി. തനിക്കെന്ത് ചെയ്യാൻ പറ്റും? രുക്മിണീ ദേവി കൗശികനോട് പറഞ്ഞു, മുത്തച്ഛ, കൃഷ്ണനും ബലരാമനും ഇതുവഴി സുരക്ഷിതമായി കടന്നു പോകാനുള്ള ഏർപ്പാടുകൾ അങ്ങ് ചെയ്യണം മുത്തച്ഛ എന്ന് പറഞ്ഞു. കൗശികൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ് മോളെ? എനിക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്, അല്ലേ? ഇവരെ ഞാൻ സഹായിച്ചു എന്ന് രുക്മി എങ്ങാണം അറിഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ മോളെ? നീ ഇതിനകത്ത് ഇടപെടണ്ട, നീ പൊയ്ക്കൊള്ളൂ. മുത്തച്ഛൻ ഒരു കാരണവശാലും സഹായിക്കാൻ പറ്റില്ല. കൃഷ്ണനും ബലരാമനും ഇതുവഴി സുരക്ഷിതമായി കടന്നു പോകാനും പറ്റില്ല. കാരണം രുക്മി ജരാസന്ധന്റെ കൂടെ ചേരാൻ മഗധയിലേക്ക് പൊയ്ക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ വിവരം ജരാസന്ധൻ അറിഞ്ഞാൽ വിദർഭയെ ചുട്ടരിക്കും. അതുകൊണ്ട് മകളെ സാധ്യമല്ല. രുക്മിണി പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അല്ലേലും ഇവിടെ ആർക്കും എന്നോട് സ്നേഹമില്ല, ഇവിടെ ഒരു മനുഷ്യർക്കും എന്നോട് സ്നേഹമില്ല. എൻ്റെ മുത്തച്ഛൻ എന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതി, അതുമില്ല. എൻ്റെ അമ്മ മരിച്ചു പോയപ്പോൾ ഞാനും അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ കൗശികന് സങ്കടമായി. കൗശികൻ പറഞ്ഞു, നീ കരയാതെ ഞാനതിന് വഴിയുണ്ടാക്കാം, പക്ഷേ പരമരഹസ്യമായിരിക്കണം. ഉദ്ധവനോട് പറഞ്ഞു, ആദ്യം നീ ഈ രാജകീയ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റൂ, എന്നിട്ട് നീ ഒരു ബ്രാഹ്മണനെ പോലെ ഇവിടെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, കൃഷ്ണനും ബലരാമനും എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ പറഞ്ഞു, മഹേന്ദ്ര പർവ്വതത്തിലുള്ള ഭാർഗവരാമൻ സാക്ഷാൽ പരശുരാമനെ കാണാനാണ് പോകുന്നത്. ഇതാ 2 ദിവസത്തിനുള്ളിൽ കൃഷ്ണനും ബലരാമനും ഇവിടെ എത്തും. അപ്പോൾ പറഞ്ഞു, അവരെ സുരക്ഷിതമായി കടത്തിവിടുന്ന കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. നീ ഇവിടെ ബ്രാഹ്മണകുമാരനായിട്ട് കഴിയൂ. അതെ, അങ്ങനെ കൃഷ്ണനും ബലരാമനും വിദർഭയിലേക്ക് പ്രവേശിക്കുന്ന ദിവസമായി. രുക്മിണിക്ക് വല്ലാത്ത ഉത്കണ്ഠയായി. താൻ കാത്തിരുന്ന തൻ്റെ പ്രണയഭാജനമായ ശ്രീകൃഷ്ണൻ ഇതാ തൻ്റെ അടുക്കലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇതാ തന്നെ തേടി തൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നു. അവരെ സംരക്ഷിക്കാൻ പോകുന്നത് ഞാനാണ്. ഈ ചിന്ത രുക്മിണിയിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാക്കി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ കാണാം, രുക്മിണി കണ്ടു 2 പേർ കടന്നു വരികയാണ്. 2 യുവാക്കൾ കടന്നു വരികയാണ്. അവർ മരവുരി ഉടുത്തിട്ടുണ്ട്.
മനസ്സിലായില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരും മരവിരി ഉടുത്തിട്ടുണ്ട്, ജട ധരിച്ചിരിക്കുന്നു. അവർ കയറി വന്ന് കൈശികനെ വണങ്ങി, കൈശികനും അവരെ വണങ്ങി. അപ്പൊ രുക്മിണി അടുത്ത് നിപ്പുണ്ട്. കൃഷ്ണൻ രുക്മിണിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. രുക്മിണി മനസ്സുകൊണ്ട് വിചാരിച്ചു, ആരെയും മനം മയക്കുന്ന പുഞ്ചിരിയാണ്, എന്തൊരു നല്ല പുഞ്ചിരിയാണ് ഈ കൃഷ്ണൻ്റേത്. അപ്പോൾ കൈശികൻ പറഞ്ഞു, നിങ്ങൾ ഭാർഗവരാമൻ്റെ അടുക്കലേക്ക് പോവുകയാണല്ലേ? കൃഷ്ണൻ പറഞ്ഞു, അതെ, ഞങ്ങൾ ഭാർഗവരാമൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. നോക്കൂ, ഞങ്ങൾ വല്ലാത്തൊരു ഘട്ടത്തിലാണ്. ഒരു കാരണവശാലും നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഇവിടുത്തെ രാജകുമാരൻ രുക്മി ജരാസന്ധൻ്റെ കൂടെയാണ്. കൃഷ്ണൻ പറഞ്ഞു, എനിക്കത് അറിയാം മുത്തച്ഛ. അപ്പോൾ പറഞ്ഞു, നോക്കൂ, പിന്നെ എൻ്റെ മകൾ രുക്മിണി, ഇവളുടെ ഒറ്റ നിർബന്ധത്തിൽ പ്രകാരം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സംരക്ഷണം നൽകുന്നത്. കൃഷ്ണൻ രുക്മിണിയെ ഒന്ന് നോക്കി, രുക്മിണി കൃഷ്ണനെയും ഒന്ന് നോക്കി. രണ്ടുപേരുടെ കണ്ണുകളും ഇടഞ്ഞു. കൃഷ്ണനൊന്ന് നന്ദി സൂചകമായി ചിരിച്ചു. അതേ, പ്രണയ പാരവശ്യത്തോടുകൂടി രുക്മിണിയും ചിരിച്ചു. കൃഷ്ണന്റെ മനസ്സിൽ വീണ്ടും ചലനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. രാധ മാത്രമേ ഉള്ളൂ എന്ന് ആണയിട്ട് പറഞ്ഞ ഹൃദയത്തിലേക്ക് ഇതാ അടുത്ത ആള് കയറാൻ പോവുകയാണ്, സാക്ഷാൽ രുക്മിണി ദേവി. ആ രുക്മിണി ദേവി ആഹാരം വിളമ്പുമ്പോൾ കൃഷ്ണന് കൂടുതൽ വിളമ്പാൻ തുടങ്ങി. അപ്പോൾ ബലരാമൻ പറഞ്ഞു, അവനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ഞാനാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ രുക്മിണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠൻ എത്ര വേണമെങ്കിലും തരാമല്ലോ. അങ്ങനെ ഭക്ഷണവുമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കൈശികൻ പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ വീരസാഹസിക കഥകളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈവസ്വതത്ത് പോയതും യമരാജനെ കീഴടക്കിയതും നാഗകന്യക തിരിച്ചുപോയതും. എന്തേ നാഗകന്യക തിരിച്ചുപോയി? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അവളുടെ അമ്മ വന്ന് വിളിച്ചതും അപ്പോൾ അവൾ തിരിച്ചു പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ രുക്മിണി ഒന്ന് നെടുവീർപ്പെട്ടു. അപ്പോൾ ചോദിച്ചു, കൃഷ്ണ, നിനക്ക് നാഗകന്യകയെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, എന്നെ വിവാഹം കഴിക്കാത്തക്കവണ്ണം ഒരു സ്ത്രീ വേണ്ടേ? അത് വരട്ടെ. അപ്പോൾ അല്പം കുസൃതി ചിരിയോടുകൂടി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു അമ്മയില്ലാത്ത പെൺകുട്ടിയാണെങ്കിലോ എന്ന് ചോദിച്ചു. കാരണം രുക്മിണി ദേവി അമ്മയില്ലാത്ത പെൺകുട്ടിയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അമ്മയില്ലാത്ത പെൺകുട്ടി ചിലപ്പോൾ അവളുടെ കാര്യം മാത്രം നോക്കാൻ മിടുക്കിയായിരിക്കും എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഒരു കള്ളച്ചിരി ചിരിച്ചു. ബലരാമൻ പറഞ്ഞു, കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരു പെണ്ണിനെയാണ് വേണ്ടത്. അപ്പോൾ കൗശികൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കൃഷ്ണ, നിനക്ക് ചിലപ്പോൾ ഈ ജന്മം വിവാഹം കഴിക്കേണ്ടി വരില്ല. ഇത് കേട്ട് കൃഷ്ണനും രുക്മിണിയും പൊട്ടിച്ചിരിച്ചു. 3-4 ദിവസങ്ങൾ കൃഷ്ണനും രുക്മിണിയും കൂടെ അവിടെ അങ്ങനെ കഴിഞ്ഞുകൂടി. അങ്ങനെ ഒരു ദിവസം ഒരിടനാഴിയിൽ വെച്ച് കൃഷ്ണനെ സൗകര്യത്തിന് കിട്ടി. അപ്പൊ രുക്മിണി കൃഷ്ണന്റെ മുമ്പിൽ വന്നു. കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, എനിക്ക് നിങ്ങളെ എന്തോ ഒരു സ്നേഹമാണെന്നറിയാമോ? അപ്പോൾ പറഞ്ഞു, നോക്കൂ, നിനക്ക് സ്നേഹമായിരിക്കാം, പക്ഷേ ഇപ്പോൾ എൻ്റെ ദൗത്യം വേറെയാണ്. ഞാൻ മറ്റൊരു ദൗത്യത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ മറ്റൊന്നുമില്ല. അപ്പം രുക്മിണി 2 അടി നടന്നിട്ട് തിരിച്ചു നിന്നിട്ട് പറഞ്ഞു, കള്ളം കൃഷ്ണ, കൃഷ്ണൻ്റെ മനസ്സിൽ ഞാനുണ്ട്. കൃഷ്ണൻ അമ്പരന്ന് പോയി. അതേ കൃഷ്ണ, ഞാൻ ശ്രദ്ധിച്ചു. മുത്തച്ഛൻ്റെ കൂടെ സംസാരിക്കുമ്പോഴും ഞാൻ ഭക്ഷണം വിളമ്പിത്തരുമ്പോഴുമൊക്കെ അങ്ങയുടെ നോട്ടം ഞാൻ കണ്ടു. ഉള്ളിൽ സ്ത്രീ കടന്നുകൂടിയ ഒരു പുരുഷൻ്റെ നോട്ടം. അത് കണ്ടാൽ ഒരു സ്ത്രീക്ക് മനസ്സിലാകും കൃഷ്ണ. എനിക്കറിയാം കൃഷ്ണ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് രുക്മിണി ഓടിപ്പോയി. കൃഷ്ണൻ വിചാരിച്ചു, ഇവൾ അതിബുദ്ധിമതിയും കൂടെയാണല്ലോ. തൊട്ടടുത്ത
തൊട്ടടുത്ത ദിവസം കൗശികൻ പറഞ്ഞു, ഇവിടുന്ന് ഒരു സംഘം ബ്രാഹ്മണർ തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്, ഞാൻ അവരുടെ കൂട്ടത്തിൽ നിങ്ങളെയും കൂടെ അയക്കാം, നിങ്ങൾ അവരോടൊപ്പം പോവുക. അങ്ങനെ കൃഷ്ണന് പോകാവുന്ന ദിവസമായി. അപ്പോഴേക്കും രുക്മിണിയും കൃഷ്ണനും മാനസികമായി കുറേ അടുപ്പത്തിലായി കഴിഞ്ഞിരിക്കുന്നു. കാരണം അവർക്കൊന്നിച്ച് ജീവിക്കാൻ 5-6 ദിവസം കിട്ടി. രുക്മിണിയാകട്ടെ മനസ്സുകൊണ്ട് കൃഷ്ണനിലേക്ക് ലയിച്ചു ചേർന്നു. കൃഷ്ണന്റെ മനസ്സിൽ ഇപ്പോഴും സംഘർഷമാണ്. ആ സംഘർഷത്തിൻ്റെ കാരണം രാധയാണ്. രാധ രുക്മിണി, രാധ രുക്മിണി. കൃഷ്ണൻ വല്ലാത്ത ഒരു നടുക്കടലിൽപ്പെട്ട അവസ്ഥയിലാണ്. അങ്ങനെ കൃഷ്ണനും ബലരാമനും കൂടെ ആരോടൊപ്പം ചേർന്നു? ആ തീർത്ഥാടന സംഘത്തോടൊപ്പം ചേർന്നു. തീർത്ഥാടന സംഘത്തോടൊപ്പം ചേർന്ന് അവർ യാത്ര തുടങ്ങുകയാണ്. കൃഷ്ണൻ ഇതെല്ലാം ഇങ്ങനെ ആസ്വദിച്ചു പോവുകയാണ്, രസിച്ചിങ്ങനെ പോവുകയാണ്. അപ്പോൾ ബലരാമൻ പറഞ്ഞു, അല്ല കൃഷ്ണ, നിനക്കിതൊന്നും ഒരു വിഷമമായിട്ട് തോന്നുന്നില്ലേ? കൃഷ്ണൻ പറഞ്ഞു, ഇല്ല ജ്യേഷ്ഠ, നമുക്ക് ഒരുപാട് ജീവിതങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്കിത് സന്തോഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, നമ്മളൊരു ഭീരുക്കളെ പോലെ ഒളിച്ചോടുകയല്ലായിരുന്നു വേണ്ടത്, അവസാന നിമിഷം വരെ പൊരുതുകയായിരുന്നു. എനിക്കെന്തോ ഈ ഒളിച്ചോട്ടം അങ്ങോട്ട് അത്രയ്ക്ക് രസിക്കുന്നില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഇപ്പോൾ ഈ ഒളിച്ചോട്ടം ഭീരുത്വമല്ല, ഇത് ധീരതയാണ്. ജ്യേഷ്ഠന് പിന്നെ മനസ്സിലാകും. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ബലരാമൻ ചോദിച്ചു, കൃഷ്ണ, നിനക്ക് രാധയെ പിരിഞ്ഞിരിക്കുന്നതിൽ വിഷമം തോന്നുന്നില്ലേ? കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, രാധയെ പിരിഞ്ഞിരിക്കുന്നു? ആര് പറഞ്ഞു ജ്യേഷ്ഠ ഞാൻ രാധയെ പിരിഞ്ഞിരിക്കുന്നു എന്ന്? ഞാൻ രാധയെ ഒരിക്കലും പിരിഞ്ഞിരുന്നിട്ടില്ല. അവളാണ് എൻ്റെ സന്തോഷം, അവൾ എൻ്റെ കൂടെയുണ്ട്. അവൾ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടല്ലേ ജ്യേഷ്ഠ എനിക്ക് ഇത്രയും സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ബലരാമൻ പറഞ്ഞു, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒന്ന് മാത്രമേ എനിക്കറിയാവൂ, ഏതു പ്രതിസന്ധിയും മധുരമുള്ള വാക്കുകൾ കൊണ്ട് മറികടക്കാൻ കൃഷ്ണ നിനക്ക് സാധിക്കും. അത് നിന്റെ ഒരു മിടുക്കാണ്. അത്രയും പറഞ്ഞിട്ട് ബലരാമൻ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവര് യാത്രാസംഘത്തോട് വിട പറഞ്ഞു. യാത്രാസംഘത്തോട് വിട പറഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിനി എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഞങ്ങൾക്ക് മഹേന്ദ്ര പർവ്വതത്തിലേക്കാണ്. അവരോട് യാത്ര പറഞ്ഞ് കൃഷ്ണനും ബലരാമനും മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോവുകയാണ്. ആരെ കാണാൻ? സാക്ഷാൽ പരശുരാമനെ കാണുന്നതിന് വേണ്ടി അവർ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോവുകയാണ്. കൃഷ്ണനും ബലരാമനും മഹേന്ദ്ര പർവ്വതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ നടന്ന് സാക്ഷാൽ ജമദഗ്നിയുടെ മകൻ, അതീവ കരുത്തുള്ള ക്ഷത്രിയരെ കൊന്നൊടുക്കിയ സാക്ഷാൽ പരശുരാമന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പരശുരാമൻ ഇങ്ങനെ ധ്യാനത്തിൽ അവിടെ ഇരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് മാറി അദ്ദേഹത്തിൻ്റെ കുറേ ശിഷ്യന്മാർ പശുക്കളെയൊക്കെ മേയ്ക്കുന്നുണ്ട്. കുറേ യുവ സന്യാസിമാരിരുന്ന് ധ്യാനിക്കുന്നുണ്ട്. കൃഷ്ണനും ബലരാമനും ചെന്ന് പരശുരാമന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണു. സാഷ്ടാംഗം വീണിട്ട് പറഞ്ഞു, അല്ലയോ അല്ലയോ പരശുരാമ മഹർഷിയെ, അങ്ങയെ വസുദേവപുത്രന്മാരായ കൃഷ്ണനും ബലരാമനും വണങ്ങുന്നു. അപ്പോൾ പരശുരാമൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ വരുമെന്നുള്ള അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞു. എഴുന്നേൽക്കൂ നിങ്ങൾ രണ്ടുപേരും. ആദ്യം നിങ്ങൾ രണ്ടുപേരും സ്നാനം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കൂ. അതിനുശേഷം നമുക്ക് കാണാം. ഒരു മുതിർന്ന ബ്രാഹ്മണൻ വന്ന് കൃഷ്ണനെയും ബലരാമനെയും കൂട്ടിക്കൊണ്ടുപോയി സ്നാനവും കഴിച്ചു കടലിൽ. അതിനുശേഷം എന്തു ചെയ്തു? ഭക്ഷണവും കൊടുത്തിട്ട് പരശുരാമൻ്റെ അടുക്കൽ വന്നു. പരശുരാമൻ്റെ അടുക്കൽ വന്നപ്പോൾ പരശുരാമൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അപ്പോൾ കൃഷ്ണൻ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ജരാസന്ധൻ ഞങ്ങളെ വധിക്കാൻ സൈന്യവുമായി വരികയാണ്. ഞങ്ങൾ അന്നേരം മറ്റുള്ളവരുടെ രക്ഷയെ കരുതി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പരശുരാമൻ ചോദിച്ചു, അല്ല, നിങ്ങളുടെ പിന്നാലെ ജരാസന്ധൻ തേടി വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? കൃഷ്ണന്റെ മുഖം അല്പം ഗൗരവത്തിലാണ്ടു. ജരാസന്ധൻ ഇവിടം വരെ എത്തുമോ? എത്തും. നിങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇവിടെ ഇരിക്കാതെ നിങ്ങളെ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം.
അതായത് ഗോമന്തകം എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് മാറ്റാം. കടലിന് സമീപമുള്ള ഗോമന്തകം എന്ന പർവ്വതം നിങ്ങളെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. കാരണം അവിടെ കുതിരകൾക്കോ ആനകൾക്കോ ഒന്നും പ്രവേശിക്കാൻ പറ്റില്ല. ഇടുങ്ങിയ മലയിടുക്കുകളാണ്. അവിടെയുള്ള ആൾക്കാരെ ഗരുഡന്മാരെന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവരെപ്പം യുദ്ധത്തിന് പോയാലും അവരുടെ ജീവിതത്തിൽ ഏത് ആഘോഷം വന്നാലും അവർ ഗരുഡൻ്റെ മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഗരുഡൻ്റെ മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് അവർ യുദ്ധത്തിന് പോകുന്നതും ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതും. അതുകൊണ്ടാണ് അവിടെ ഗരുഡന്മാരെന്ന പേര് വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം, അവിടേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു പോകാം. തൊട്ടടുത്ത ദിവസം പരശുരാമനുമായിട്ട് ആര് യാത്ര തിരിക്കാൻ തുടങ്ങി? കൃഷ്ണനും ബലരാമനും യാത്ര തിരിക്കാൻ തുടങ്ങി. വല്ലാത്ത മലയിടുക്കുകളിലൂടെയാണ് പോകുന്നത്. കൃഷ്ണൻ അമ്പരന്ന് പോയി. തങ്ങളെക്കാൾ എത്ര ചുറുചുറുക്കോടുകൂടിയാണ്, എത്ര ഉത്സാഹത്തോടുകൂടിയാണ് പരശുരാമൻ പോകുന്നത്, മലയിടുക്കുകളൊക്കെ കയറുന്നത്. അപ്പോൾ പരശുരാമനെ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ഗോമന്തകത്തിലെ ഗരുഡന്മാർ ഓടി വന്നവര് ആ മുനിയെ സ്വീകരിച്ചു. അദ്ദേഹത്തിനായിട്ടുള്ള ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ എന്ത് ചെയ്തു? അവരുടെ നേതാവായ മൂപ്പനെ വിളിച്ചു വരുത്തിയിട്ട് പരശുരാമൻ പറഞ്ഞു, ഇവർ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, ഇവർ ഇവിടെ ഉണ്ടാകണം, ഇവരിവിടെ സുരക്ഷിതരായിരിക്കണം, ഇവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തു കൊടുത്തിരിക്കണം. അപ്പോൾ പറഞ്ഞു, അല്ലയോ പരശുരാമ മഹർഷേ, അങ്ങ് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിനപ്പുറം വേറെ എന്താണുള്ളത്? ഉറപ്പായിട്ടും ഞങ്ങളത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പൊയ്ക്കൊള്ളൂ. എന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, നീ ദൈവമാണെന്നാണ് എല്ലാവരും പറയുന്നത്, ഞാനും അത് വിശ്വസിക്കുന്നു. പക്ഷേ കൃഷ്ണ, നീ ദൈവമാണെന്ന് നിനക്ക് തോന്നലുണ്ടാകണം, അപ്പോൾ മാത്രമേ നീ ദൈവമാവുകയുള്ളൂ. കൃഷ്ണ, ആ തോന്നൽ വളരെ പ്രധാനമാണ്. നീ സ്വയം വിചാരിക്ക് നീ ദൈവമാണെന്ന്. അതോടുകൂടി നീ പോലും അറിയാതെ ദൈവീകമായ ശക്തികൾ നിന്നിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. ഇനി നീ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കെങ്കിലും പോകാൻ ഉദ്ദേശമുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഉണ്ട്, ഗാലവൻ്റെ അടുക്കലേക്ക്. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഗാലവൻ നിങ്ങളെ സംരക്ഷിക്കില്ല, അവൻ ക്രൂരനാണ്, അവനാണ് യഥാർത്ഥ വാസുദേവൻ എന്ന് വിശ്വസിക്കുകയാണ്, അവൻ ദൈവമാണ്. അവിടെ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ അവനെ ആരാധിക്കണം. എന്നാലും അവൻ ചില സമയത്ത് നിങ്ങളെ ജരാസന്ധന് വിറ്റുകളയും, ജ്ഞാനികളെയും അവൻ്റെ നാമം ഉച്ചരിക്കാത്ത മുനിമാരെയും ഒക്കെ അവൻ തടവിലാക്കി വച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് ദുഷ്ടനാണ് ആരെന്ന് പറയുന്നത്? കരവീരപുരത്തിലെ ശ്രീഗാല വാസുദേവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടേക്ക് പോകുന്നത് സൂക്ഷിച്ചു പോകണം. അപ്പോൾ പറഞ്ഞു, എനിക്ക് അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ചോദിച്ചു, എന്താ കാര്യം? ഞങ്ങളുടെ സുഹൃത്ത് ഉദ്ധവൻ കരവീരപുരത്തേക്ക് പോയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, എങ്കിൽ ആപത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, എന്തായാലും വരട്ടെ, നിങ്ങൾക്ക് എന്താവശ്യം തോന്നിയാലും ഈ ഗരുഡന്മാരോട് പറഞ്ഞാൽ മതി. അവര് ഞാൻ എവിടെ ആയിരുന്നാലും എന്നെ തേടിപ്പിടിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. കൃഷ്ണനും ബലരാമനും ഒരിക്കൽ കൂടി ഭാർഗവമുനി പരശുരാമനെ നമിച്ചു. പരശുരാമൻ അവിടുന്ന് എഴുന്നേറ്റു പരശുരാമൻ നടന്ന് ദൂരേക്ക് അകലുന്നത് ആര് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്? കൃഷ്ണനും ബലരാമനും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതെ, കൃഷ്ണനും ബലരാമനും ഗോമന്തകമെന്ന രാജ്യത്തെ ഗരുഡന്മാരുടെ അടുക്കലേക്ക് പെട്ടിരിക്കുകയാണ്. ഗരുഡന്മാരുടെ കയ്യിലാണ്. ഓർമ്മിക്കുക, ഗരുഡൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമല്ലോ? അവർ യുദ്ധങ്ങളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കുമ്പോൾ ഗരുഡന്റെ മുഖം മൂടി അണിയുന്നവരാണ്. അസാധാരണമായ സംഭവങ്ങൾ അവിടെ ഉണ്ടാകാൻ പോവുകയാണ്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യവും കൂടെ വേണം. ജരാസന്ധൻ എവിടെ, എന്തു ചെയ്യുന്നു, അതും കൂടെ അറിയണം. നിങ്ങളെ ഞാൻ ജരാസന്ധന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കൃഷ്ണനെയും ബലരാമനെയും വധിച്ചേ അടങ്ങൂ എന്ന വാശിയിൽ ഉഗ്രകോപിഷ്ഠനായി ജരാസന്ധൻ മധുരയിലേക്ക് പടനയിക്കുകയാണ്.
ആ പട യമുനയുടെ ഒരു തീരത്ത് വന്നപ്പോൾ ജരാസന്ധൻ അല്പം വിശ്രമിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഏതാണ്ട് 200ഓളം അശ്വങ്ങളുണ്ട്, അശ്വരഥങ്ങളുണ്ട്, 19 ആനകളുണ്ട്, 500ഓളം കുതിരകളുണ്ട്, 2000-ൽ പരം വരുന്ന സൈന്യങ്ങളുണ്ട്. ജരാസന്ധനാകട്ടെ ഒത്ത ശരീരവും അതിനൊത്ത് വിരിഞ്ഞ മാറിടവും നല്ല ആരോഗ്യവുമുള്ള ഒരു മനുഷ്യനാണ് ജരാസന്ധൻ എന്ന് പറയുന്നത്. ഇനി 2 ദിവസത്തെ യാത്ര മാത്രം. 2 ദിവസത്തെ യാത്രകൾ കൂടി കഴിയുമ്പോൾ മധുരയിലെത്തും. മധുരയെ ആക്രമിച്ചിരിക്കും, മധുരയെ നശിപ്പിച്ചിരിക്കും. മധുരയിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് കൃഷ്ണന്റെയും ബലരാമന്റെയും ശിരസ് ഛേദിച്ചിരിക്കും. ജരാസന്ധൻ ഒന്ന് പുഞ്ചിരിച്ചു. അതോടൊപ്പം തന്നെ ജരാസന്ധന്റെ കണ്ണുകളിൽ ക്രൗര്യം തിളങ്ങാനുമായിട്ട് തുടങ്ങി. ഈ സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി ഇലകളെല്ലാം വിരിച്ചു കഴിഞ്ഞു. അപ്പോൾ ജരാസന്ധൻ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, അല്ല, ഇവിടെ ചേതി രാജ്യത്തിലെ ദമഘോഷണ മാത്രം കാണുന്നില്ലല്ലോ, എന്തു പറ്റി? സാധാരണഗതിയിൽ അയാൾ കൃത്യസമയത്ത് വരുന്നതാണല്ലോ. അപ്പോൾ പറഞ്ഞു, അതെ, എന്താണെന്ന് കാണുന്നില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, നോക്കൂ, നമുക്ക് ദ്രുപദൻ പാഞ്ചാല ദേശത്തുകൂടി യാത്ര ചെയ്യാൻ അനുമതി നിഷേധിച്ചിരിക്കുന്നു. ജരാസന്ധന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. ജരാസന്ധൻ പറഞ്ഞു, എന്ത്? ജരാസന്ധന്റെ സൈന്യത്തിന് ദ്രുപദൻ, പാഞ്ചാല രാജവംശത്തിലെ ദ്രുപദൻ അനുമതി നിഷേധിച്ചു വന്നു. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം കൃഷ്ണനും ബലരാമനുമാണ്. അല്ലായിരുന്നെങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ ദ്രുപദനെ നശിപ്പിച്ചേനെ. ഈ സമയത്ത് സൗഭഗ രാജാവായ സ്വാലൻ വന്നു. അപ്പൊ സ്വാലൻ പറഞ്ഞു, പ്രഭോ, മധുരയിൽ നിന്ന് 2 ദൂതന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ദൂതന്മാരോ? നമുക്ക് ദൂതന്മാരെ ഒന്നും കാണണ്ട, നമ്മൾ 2-ാം ദിവസം മധുരയിലെത്തും, അവരെ വധിച്ചിരിക്കും, കൃഷ്ണനെയും ബലരാമനെയും ഞാൻ വധിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവര് ശരിക്കും ദമഘോഷന്റെ അടുക്കലേക്കാണ് എത്തിയത്. അപ്പൊ ജരാസന്ധന്റെ പുരികങ്ങൾ ചുളിഞ്ഞു. ദമഘോഷന്റെ അടുക്കൽ എന്താണ് എത്തിയത്? അതാണ് ദമഘോഷൻ ഇവിടെ വരാൻ വൈകുന്നത്. ദമഘോഷൻ നമ്മുടെ സൈന്യത്തിൻ്റെ കൂടെ ചേർന്നു എങ്കിലും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വസുദേവന്റെ സഹോദരിയാണ് ദമഘോഷൻ വിവാഹം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ കാണാം ദമഘോഷൻ അങ്ങോട്ടേക്ക് കയറി വന്നു. അപ്പൊ ദമഘോഷൻ വന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, മധുരയിൽ നിന്നൊരു ദൂതൻ വന്നിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, ദൂതനോ? എന്താണ് മധുരയിൽ നിന്ന് ഈ ദൂതന്മാർ വന്നിരിക്കുന്നതിൻ്റെ കാരണം? അപ്പോൾ പറഞ്ഞു, മധുരയിൽ നിന്നുള്ള ദൂതന്മാർ വന്നിട്ട് പറഞ്ഞയാണ്, കൃഷ്ണനും ബലരാമനും അവിടെ ഇല്ല, അവരവിടെ നിന്ന് ഓടിക്കളഞ്ഞു മറ്റു രാജ്യത്തേക്ക്. ഇടിവെട്ടേറ്റതുപോലെ ജരാസന്ധൻ നിന്നുപോയി. എന്ത്? കൃഷ്ണനും ബലരാമനും മധുര വിട്ടുവന്നു. വിശ്വസിക്കാൻ പ്രയാസം, വിശ്വസിക്കാൻ പ്രയാസം. കേട്ടിടത്തോളം അവർ ഭീരുക്കളെ പോലെ ഓടിപ്പോകുന്നവരല്ല. ഇതിനകത്തെന്തോ ചതിയുണ്ട്. ദമഘോഷ, ഈ കേട്ടത് സത്യമാണോ? അതെ, എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത് സന്യാസി തുല്യനായിട്ടുള്ള അക്രൂരനാണ് മഹാരാജാവേ. അക്രൂരൻ ഒരിക്കലും കള്ളം പറയില്ല. അവരവിടെ നിന്ന് ഓടിപ്പോയിരിക്കുന്നു. അപ്പൊ ജരാസന്ധൻ പറഞ്ഞു, ആരെവിടെ? അക്രൂരനെ എൻ്റെ അടുക്കലേക്ക് എത്തിക്കൂ. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ടേക്ക് അക്രൂരനും ബൃഹദ്ബലനും എത്തിച്ചേർന്നു. ബൃഹദ്ബലന്റെ കൂടെ ആരും ഉണ്ടായിരുന്നു? പിന്നെ ഗദനും ഉണ്ടായിരുന്നു. ഈ ബൃഹദ്ബലനാകട്ടെ വസുദേവന്റെ സഹോദരന്റെ ദേവഭഗന്റെ പുത്രനാണ്. ആരെന്ന് പറയുന്നത്? ബൃഹദ്ബലൻ. ശരിക്കും പറഞ്ഞാൽ വസുദേവന്റെ സഹോദരൻ, കംസന്റെ സഹോദരിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. പിന്നെ ഗദൻ എന്ന യുവ യാദവനുമുണ്ട്. അപ്പൊ ചോദിച്ചു, അക്രൂരരെ, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അതെ മഹാരാജാവേ, അവർ മധുര വിട്ടിരിക്കുന്നു. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, ബാക്കി എല്ലാവരും പൊയ്ക്കൊള്ളൂ, അക്രൂരൻ മാത്രം ഇവിടെ നിൽക്കൂ, എനിക്ക് അക്രൂരനുമായിട്ട് ചിലത് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അക്രൂരനോട് പറഞ്ഞു, സത്യം പറയൂ, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അവരെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയല്ലേ? അപ്പോൾ പറഞ്ഞു, ഇല്ല മഹാരാജാവേ, ഞങ്ങളുടെ ജീവൻ കൊടുത്തും അവരെ സംരക്ഷിക്കാൻ തയ്യാറായിരുന്നു മഹാരാജാവേ.
പക്ഷേ അവർ പറഞ്ഞു ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവരിവിടം വിട്ടു പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്ത് അക്രൂര, അക്രൂരൻ പറയുന്നത് സത്യമാണോ? നിങ്ങൾ സന്യാസ തുല്യനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ പറയുന്നത് സത്യമാണ്. കൃഷ്ണനും ബലരാമനും അവിടെ ഇല്ല. അവിടെ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ അവസാന ശ്വാസം വരെയും അവർക്ക് വേണ്ടി പോരാടിയനെ. അപ്പോൾ അക്രൂരന്റെ ധൈര്യം കണ്ടപ്പോൾ ജരാസന്ധൻ അല്പം ഇവന്റെ ധൈര്യത്തിൽ ഒരു അഭിമാനം തോന്നി. ഇവൻ സാധാരണ ആൾക്കാരെ പോലെ ഭീരുവല്ല. കാരണം മറ്റുള്ളവർ എൻ്റെ മുന്നിൽ വരുമ്പോൾ വളരെ ഓച്ചാനിച്ചാണ് എന്ത് ചെയ്യാറുള്ളത്, നിൽക്കാറുള്ളത്. ഇവൻ പക്ഷേ അങ്ങനല്ല. അപ്പോൾ പറഞ്ഞു, അക്രൂര, കൃഷ്ണനും ബലരാമനും പോയെങ്കിലും ഞാൻ മധുരയിലേക്ക് വരാൻ പോവുകയാണ് നിങ്ങളെ ശിക്ഷിക്കാൻ. അപ്പോൾ പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് വിചാരിച്ചാൽ എന്തും നടക്കും. അങ്ങേക്ക് വരാം, അങ്ങേക്ക് ശിക്ഷിക്കാം. ഞാൻ വന്നിരിക്കും, മധുര ഞാൻ തകർത്തിരിക്കും. അപ്പോൾ പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് മധുരയിൽ ആരെയാണ് തകർക്കുന്നത്? അപ്പോൾ ചോദിച്ചു, എന്ത്, ആരെയാണ് തകർക്കുന്നതെന്നോ? അതെ, അങ്ങയുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് പകുതിയിൽ കൂടുതൽ യാദവന്മാർ ഇവിടുന്ന് പൊയ്ക്കഴിഞ്ഞു. ഇനി അങ്ങ് മധുരയെ ആക്രമിക്കാനാണ് തീരുമാനമെങ്കിൽ ബാക്കി യാദവന്മാരും പോവുകയാണ്. അങ്ങ് വരുമ്പോൾ പിന്നെ കിട്ടുന്നത് വെറും ശൂന്യമായ മധുരയാണ്. അങ്ങയെപ്പോലൊരു മഹാചക്രവർത്തി ആളൊന്നുമില്ലാത്ത ഒരു മധുരയെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് തന്നെയാണ് അതിൻ്റെ അപമാനം. ജരാസന്ധൻ പല്ലുകൾ ഞെർമി. ജരാസന്ധൻ പറഞ്ഞു, അക്രൂര, എൻ്റെ ക്ഷമയെ പരിശോധിക്കുകയാണോ? ഒന്ന് മനസ്സിലാക്കൂ, നിങ്ങൾ യാദവന്മാർ ഏത് രാജ്യത്ത് അഭയം തേടിയാലും ഞാൻ അവിടെ എത്തി ആക്രമിച്ചു നശിപ്പിച്ചിരിക്കും. അപ്പൊ അക്രൂരൻ പറഞ്ഞു, അതും അറിയാം, ഞങ്ങൾ അഭയം തേടുന്നത് മറ്റെവിടെയുമല്ല. ഞങ്ങൾക്ക് പാഞ്ചാല രാജ്യത്ത് ദ്രുപദൻ കുറേ പേര് അവിടെ അഭയം നൽകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അഭയം തേടുന്നത് സാക്ഷാൽ ഭീഷ്മരുടെ നാട്ടിലേക്കാണെന്ന് പറഞ്ഞു. ജരാസന്ധൻ ഒന്ന് ഞെട്ടി. ഒന്ന്, ദ്രുപദൻ, തനിക്ക് അതുവഴി കടന്നു പോകാൻ വഴി നിഷേധിച്ചവനാണ് ദ്രുപദൻ. 2, ഹസ്തിനപുരത്തിലെ ഭീഷ്മര്. ഹസ്തിനപുരത്തിലെ ഭീഷ്മരോട് എതിരിടുക അസാധ്യമാണ്. വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി മാറി ജരാസന്ധൻ. അതെ, ഹസ്തിനപുരത്തിലെ ഭീഷ്മരോടുകൂടി എതിരിടുക അത് ഇവരോട് എതിരിടുന്നതിന് കണക്കല്ല. ദ്രുപദനെ തൊട്ടാൽ ഹസ്തിനപുരം ഒരുപക്ഷെ സഹായിക്കാനും വരും. അത് നമുക്കൊരു ബലഹീനതയാകും. അസ്വസ്ഥനായ ജരാസന്ധൻ പറഞ്ഞു, പൊയ്ക്കൊള്ളൂ, നിങ്ങൾ ഇവിടെ തന്നെ വേണം, ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഒരു കാര്യം ചെയ്തു. തൻ്റെ യുദ്ധ ഉപദേഷ്ടാവിനെ വിളിച്ചു. തൻ്റെ യുദ്ധ ഉപദേഷ്ടാവ് മധുരയിൽ തൻ്റെ മകളെ സഹായിക്കാനായിട്ട് കൃഷ്ണൻ നിയമിച്ചതായിരുന്നു. അയാൾക്ക് മധുരയെക്കുറിച്ചെല്ലാം അറിയാം. അപ്പൊ കംസന്റെ യുദ്ധ ഉപദേഷ്ടാവ് ആരുടെ അടുക്കലേക്ക് വന്നു? ജരാസന്ധന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, എന്താണ് നമ്മൾ ഈ കേൾക്കുന്നത്? കൃഷ്ണനും ബലരാമനും മധുര വിട്ടിരിക്കുന്നു. മധുരയിലെ പകുതി യാദവന്മാര് പൊയ്ക്കഴിഞ്ഞു, ബാക്കി പകുതി പേരുണ്ട്. ഈ മധുര വിടുന്നവർക്ക് അഭയം കൊടുക്കാൻ ദ്രുപദനും ഭീഷ്മരും തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ പറഞ്ഞു, കേട്ടതൊക്കെ സത്യമാണ് പ്രഭോ, കേട്ടതൊക്കെ സത്യമാണ്. അവർ പൊയ്ക്കഴിഞ്ഞു. കൃഷ്ണനും ബലരാമനും അവിടെ നിന്ന് പൊയ്ക്കഴിഞ്ഞു. ഇവിടെ കൃഷ്ണനും ബലരാമനും മധുരയിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് പോയത്. ജരാസന്ധൻ കൈകൾ കൂട്ടി തിരുമിയിട്ട് പറഞ്ഞു, എല്ലാവരും പോയ മധുരയെ എന്താക്രമിക്കാൻ? ആക്രമിച്ച് കീഴടക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? നമ്മൾ വല്ലാത്തൊരവസ്ഥയിലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്ത്രജ്ഞനായ വൃദ്ധൻ പറഞ്ഞു, മറ്റൊരു കാര്യമുണ്ട് മഹാരാജാവേ, മറ്റൊരു കാര്യമുണ്ട് മഹാരാജാവേ. അപ്പം മഹാരാജാവ് ചോദിച്ചു, എന്ത് കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, മഹാരാജാവേ, കൃഷ്ണനെയും ബലരാമനെയും ഇവിടെ വരുത്താൻ പറ്റുന്ന ഒരു വലിയ ആയുധമുണ്ട്. അപ്പോൾ ജരാസന്ധൻ ചോദിച്ചു, അതെന്താണ്? അതെ, കൃഷ്ണനും ബലരാമനും എവിടെയായിരുന്നാലും അങ്ങയുടെ മുന്നിൽ ഓടിയെത്തും. ആരാണ്? അങ്ങനെ ഒരായുധമുണ്ട്. അപ്പോൾ ചോദിച്ചു, അത് ആരാണെന്ന് ചോദിച്ചു. അത് മറ്റാരുമല്ല, രാധ.
രാധയ്ക്കാപത്ത് സംഭവിച്ചു എന്നറിഞ്ഞാൽ കൃഷ്ണനും ബലരാമനും ഏത് മാളത്തിൽ ഒളിച്ചിരുന്നാലും പുറത്തു വരും. അതുകൊണ്ട് തന്നെ രാധ ഒന്നുകിൽ രാധയെ വധിക്കുക, അല്ലെങ്കിൽ രാധയെ തട്ടിയെടുക്കുക. ഇത് രണ്ടിലേത് നടന്നാലും വരും. അപ്പൊ ചോദിച്ചു, രാധ ആരാണ്? അവന്റെ പ്രാണസഖിയാണ് രാധ. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ രാധയെ വധിക്കുക, രാധയെ വധിക്കുക. കാരണം കൃഷ്ണന് സ്നേഹമുള്ള ആരും ഭൂമിയിൽ പാടില്ല. അവന് വേദനിക്കുമെങ്കിൽ രാധയെ വധിക്കുക. രാധയുടെ ദേഹത്ത് തൊട്ടെന്നറിയുമ്പോൾ അവൻ വരട്ടെ, അവിടിട്ട് എനിക്ക് അവനെ വെട്ടി നുറുക്കണം. ആരവിടെ? തൻ്റെ ഏറ്റവും പ്രഗത്ഭരായ 4 യോദ്ധാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, വൃന്ദാവനം കീഴടക്കാൻ ഒരു സൈന്യത്തിന്റെ ആവശ്യത്തിന്റെ ഒന്നുമില്ല. നിങ്ങൾ പോവുക രാധയെ വധിക്കാനായിട്ട്. ഒന്നുകിൽ രാധയെ വധിച്ചിരിക്കണം, അല്ലെങ്കിൽ അവളെ ജീവനോടായാലും കൊണ്ടുവരണം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ. വധിക്കാൻ പറ്റുമെങ്കിൽ വധിക്കുക തന്നെ ചെയ്യണം. രാധയെ വധിക്കണം. രാധയുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ കൃഷ്ണനും ബലരാമനും മാളത്തിൽ നിന്ന് പുറപ്പെടും. അതെ, വൃന്ദാവനത്തിലേക്ക് പോകാൻ ഏറ്റവും ക്രൂരന്മാരായ 4 പേര് തയ്യാറായി കഴിഞ്ഞു. ഇതൊന്നും അറിയാതെ രാധയാ വൃന്ദാവനത്തിൽ യഥേഷ്ടം നടക്കുകയാണ്. 4 പേർ രാധയെ വധിക്കാൻ പോവുകയാണ്, രാധാറാണിയെ വധിക്കാൻ പോവുകയാണ്. ഇതിനി എന്താണ് സംഭവിക്കുന്നത്? ഇത് കൃഷ്ണൻ മണത്തറിയുമോ? കൃഷ്ണൻ രക്ഷിക്കാൻ വരുമോ? അതോ രാധയ്ക്ക് സ്വയം രക്ഷിക്കേണ്ടി വരുമോ? കാത്തിരിക്കുക. അടുത്ത ചൊവ്വാഴ്ച വരെ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.